നമ്മളിന്ന് പറയാൻ പോകുന്നത് ചൈനയിലെ മിത്തായ വെള്ള സർപ്പത്തിനെ കുറിച്ചാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഹാങ്ഷൌവിലെ വെസ്റ്റ് തടാകത്തിന്റെ അരികിൽ ബായി സുഷേൻ എന്ന പേരുള്ള 1000 വർഷത്തെ പഴക്കമുള്ള ഒരു വെളുത്ത സർപ്പത്തിന്റെ ആത്മാവ് കഴിഞ്ഞിരുന്നു. നൂറ്റാണ്ടുകളായിട്ട് ധ്യാനമിരിക്കുകയും കൃഷി ചെയ്യുകയും ഒക്കെ ഈ തടാകത്തിന്റെ പരിസരത്ത് ചെയ്താണ് ഈ ബായി സുഷേൻ എന്ന് പറയുന്ന വെളുത്ത സർപ്പത്തിന്റെ ആത്മാവ് കഴിഞ്ഞിരുന്നത്. കുറെ കാലങ്ങൾക്ക് ശേഷം ഈ ബായി സുഷേന്റെ ആത്മാവ് മനുഷ്യനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും അതിസുന്ദരിയായ ഒരു സ്ത്രീയായി രൂപാന്തരപ്പെടുകയും ചെയ്തു. ഈ സ്ത്രീ രൂപം ഒരു മഴക്കാലത്ത് ഒരു പൊളിഞ്ഞ പാലത്തിന്റെ അരികിൽ വെച്ചിട്ട് ഷൂ സിയാൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ കാണുകയും ഇവർ രണ്ടുപേരും ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയത്തിലാവുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവർ വിവാഹിതരാവുകയും ഒന്നിച്ചു ജീവിക്കുകയും ജീവിതത്തിനുള്ള മാർഗം എന്നുള്ള നിലയിൽ ഒരു മരുന്ന് കട തുടങ്ങുകയും ചെയ്തു. ബായ് സുഷേൻ തന്റെ ആത്മീയമായ ശക്തികൾ ഉപയോഗിച്ച് ഈ മരുന്ന് കടയിലൂടെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് ഇവരിങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ ഈ സന്തോഷം അധിക ദിവസം നീണ്ടു നിന്നില്ല. ഫഹായ് എന്ന് പറയുന്ന ഒരു ബുദ്ധ സന്യാസി ഇവരുടെ അരികിലേക്ക് വരികയും ബായി സുഷേൻ ഒരു സർപ്പത്തിന്റെ ആത്മാവാണെന്ന് തിരിച്ചറിയുകയും മനുഷ്യരും ആത്മാക്കളും ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല എന്ന നിയമം അനുസരിച്ച് ബായി സുഷേനെ ഈ ഷൂ സിയാനിൽ നിന്ന് വേർപെടുത്താൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. വളരെ തന്ത്രപരമായിട്ട് ബായി സുഷാനെ ഒരു വീഞ്ഞു കുടിപ്പിക്കുകയും ഈ വീഞ്ഞു കുടിച്ചതോടുകൂടി ബായി സുഷാൻ സുന്ദരിയായ സ്ത്രീയുടെ സ്ഥാനത്ത് ഒരു ഭീകര സർപ്പമായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്തു. ഈ ഭീകരമായ രൂപം കണ്ട് സുഷേൻ ബോധം കെട്ട് വീഴുകയും കുറച്ചു നേരത്തിന് ശേഷം അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടുമ്പോൾ ഈ വീഞ്ഞിന്റെ ലഹരി അടങ്ങിയ ബായി സുഷാൻ സ്ത്രീ രൂപത്തിലേക്ക് മടങ്ങിയിരുന്നു. തന്റെ ഭാര്യയോടുള്ള സ്നേഹം കാരണം അദ്ദേഹം ഭയം മാറ്റിവെച്ച് ഇവർ രണ്ടുപേരും വീണ്ടും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതറിഞ്ഞ ഫഹായി ഷൂ സിയാനെ ഗോൾഡൻ മൗണ്ടനിൽ തടവിലാക്കുന്നു. ഭർത്താവിനെ രക്ഷിക്കുവാനായിട്ട് ഗർഭിണിയായ ബായ് സുഷേൻ ഇറങ്ങിത്തിരിക്കുകയും വെസ്റ്റ് തടാകത്തിലെ ജലം കൊണ്ട് ഈ ഗോൾഡൻ മൗണ്ടനിലെ ക്ഷേത്രം നിറയ്ക്കുകയും ചെയ്തിട്ടും അവൾ പരാജയപ്പെട്ടു പോവുകയും പഗോഡയിൽ തടവിലാക്കപ്പെടുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഷൂ സിയാൻ ഒരു സന്യാസിയായി മാറുകയും ഇവരുടെ കുഞ്ഞായി ജനിച്ച ആ മിടുക്കനായ കുട്ടി ഒരു വലിയ പണ്ഡിതനായി മാറുകയും ചെയ്തു. ഒടുവിൽ ഈ അച്ഛനും മകനും ചേർന്നിട്ട് ബായ് സുഷേനെ മോചിപ്പിക്കുകയും രണ്ടുപേരും കൂടി വന്ന് അമ്മയെ സ്വീകരിച്ചു കൊണ്ടുപോയി സുഖകരമായി ജീവിക്കുകയും ചെയ്തു എന്നാണ് ഈ വെള്ള സർപ്പത്തിന്റെ പുരാണം പറയുന്നത്.